പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ 6-ാം ദിവസവും കൃത്യമായ ഉത്തരമില്ലാത്ത പോലീസ്. കുട്ടിയുടെ ബന്ധുക്കളുടെ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നു. പല വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നു. DGP നിതിൻ രാജ് ഇക്കാര്യം 24-നോട് പറഞ്ഞു. നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്, ഒരുപാട് ആംഗിളുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് പ്രോബബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുടെ ഭാഗം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ഭാഗങ്ങൾ അന്വേഷിച്ചിട്ട് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയും, ഏതൊക്കെയാണ് സാധ്യതകൾ എന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ഒരു കാര്യം വളരെ ഇൻറ്റൻസീവായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻസിഡൻറ്റ് വരുന്നത് മുതൽ പോലീസിൻ്റെ ഒരു ടീം ഇതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണവും കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിശദാംശങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരത്തെ സകല പോലീസ് സർവൈലൻസിന്റെയും നടുവിൽ നിന്നൊരു കുട്ടി കുട്ടി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 800 മീറ്റർ മാറി റെയിൽവേ ക്രോസിലൂടെ പോവുകയും പിന്നീട് 20 മണിക്കൂറോളം സമയമെടുത്തു ആ കുട്ടിയെ കണ്ടെത്താൻ. ഇത്രയും ദൂരത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ, കുട്ടി എങ്ങനെ പോയി ആ പൊന്തക്കാട്ടിലേക്ക്, അത്രയും മണിക്കൂർ കുട്ടി എവിടെയായിരുന്നു, എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം 6-ാം ദിവസവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രം പോലീസിന് ഉത്തരമില്ല. പോലീസിന് അന്നും ആശ്വാസമായത് ആ കുട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതെങ്ങനെ കുട്ടി അവിടെ എത്തി എന്നുള്ളതിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരൂഹതയുള്ളത്. പോലീസിന്റെ ഒരു പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. പോലീസ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലും കുട്ടി തനിയെ ഇറങ്ങി നടന്നു വരുന്ന അടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നുള്ളതാണ് DCP നിതിൻ രാജ് 24-നോട് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം സമാന്തര അന്വേഷണം, നിലവിൽ ഒരു ടീം ഒരു അന്വേഷണം നടത്തുന്നതിനപ്പുറം പോലീസ് ഒരു സമാന്തര അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അത് പല സാധ്യതകൾ പരിശോധിക്കാനാണ്. പോലീസിന് മുൻപിലുള്ള ഒന്നാമത്തെ സാധ്യത തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ്. രണ്ടാമത്തെ സാധ്യത കുട്ടി താനേ എഴുന്നേറ്റ് അവിടേക്ക് പോകാനുള്ള സാധ്യത. പക്ഷേ ഇത് രണ്ടും സാധൂകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടില്ല. ഇനി മൂന്നാമത്തെ ചില സുപ്രധാനമായ നീക്കങ്ങളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. അതായത് ഈ നാടോടി സംഘത്തിലെ ആരെങ്കിലും തന്നെ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി അവിടേക്ക് വെച്ചതാകാമോ, അത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാകാമോ. അതിന് പോലീസ് സംശയിക്കുന്ന കാര്യം, മദ്യപിച്ചെത്തിയ ആരെങ്കിലും കുട്ടിയുടെ മാതാപിതാക്കളോട് മുൻപുണ്ടായ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ അങ്ങോട്ടേക്ക് കുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് ഇത് വലിയ വിഷയമായതിനു ശേഷം അവിടേക്ക് കൊണ്ടുപോയി വെച്ചതാകാമോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. രണ്ടാമത്തേത് കുട്ടിയെ വിൽപ്പന നടത്താനുള്ള സാധ്യതയാണ്. അത് പ്രത്യേകിച്ച് മാതാപിതാക്കളെ അടക്കം കേന്ദ്രീകരിച്ച അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നാടോടി സംഘത്തിലെ ആരെങ്കിലുമോ അതല്ലെങ്കിൽ മാതാപിതാക്കളോ, അത് പോലീസിന്റെ സാധ്യതകൾ മാത്രമാണ്, പോലീസ് പരിശോധിക്കുന്ന സാധ്യതകൾ മാത്രമാണ്. അങ്ങനെ വിൽപ്പന നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനായി നമുക്കറിയാം, അതായത് കുട്ടിയുടെ പിതാവിന്റെ CDR അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുക അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരുന്നു. ഇനി ഒന്ന്, ഈ ഹൈദരാബാദിലെ അടക്കം കുട്ടിയുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാടോടി സംഘത്തിന്റെ വിമാനയാത്ര അതിലടക്കം, അതായത് ഈ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിയതും അതിനുശേഷം ഈ കുട്ടിയെ കാണാതായപ്പോൾ ഇവരുടെ ബന്ധുക്കൾ എത്തിയതടക്കം വിമാനത്തിലായിരുന്നു. അതിലെ സാധ്യതകൾ കൂടി, അത്തരം യാത്രാ സൗകര്യങ്ങൾക്ക് അവർക്ക് എവിടുന്ന് പണം കിട്ടിയെന്നടക്കമുള്ള കാര്യങ്ങളിലെ സംശയം കേന്ദ്രീകരിച്ചുകൂടി പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, ഡോക്ടർ വന്ദനാദാസിൻ്റെ അച്ഛൻ KG മോഹൻദാസിനെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ കൊണ്ടുവന്നപ്പോൾ റേറ്റിംഗിനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ പരിപാടി മുഴുവൻ കണ്ടതോടെയാണ് എൻ്റെ തെറ്റിദ്ധാരണ മാറിയത്. താങ്കളെപ്പോലെ തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ടാകും. അവരൊക്കെ ഈ പരിപാടി കണ്ടാൽ അത് മനസ്സിലാകും. കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മകളുടെ മരണം സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ്. കാര്യം വെളുപ്പിന് 4:30 മണിക്ക് കൊട്ടാരക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഈ ഏതാണ്ട് 10-21 കുത്തേറ്റ് ഈ ഡോക്ടർ വന്ദന ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് കുത്തേറ്റ് വളരെ അവശനിലയിൽ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ മരിക്കുകയും ചെയ്തു. പക്ഷേ 4.5 മണിക്കൂറോളം ഈ കുട്ടിക്ക് ചികിത്സ താമസിച്ചു എന്ന് പിതാവ് പറയുന്നു നമ്മോട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സംശയമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഫ്ലവേഴ്സിൽ അത് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ഫ്ലവേഴ്സ് ഒരു കോടി. അപ്പോൾ ഇന്ന് സ്ക്രീനിൽ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാം.